ഹായ് ഓൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എക്സിബിഷൻ വേൾഡിലാണ് കേട്ടോ. അവിടെ ഗാർഡൻ ഷോ നടക്കുന്നുണ്ട്. ഗാർഡൻ ഷോ കാണാനായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ സെല്ലാക്ക് ഭാഗത്താണിത്. ഇവിടെ ഓട്ടം ഫെയർ ആയിരുന്നു ആദ്യം ഉണ്ടായേ. ഓട്ടം ഫെയർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ ഗാർഡൻ ഷോ തുടങ്ങിയേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ 3 ദിവസമാണ് ഈ ഗാർഡൻ ഷോ ഉള്ളത്. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും ഗാർഡൻ ഷോ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് വരാനായിട്ടുണ്ടായി. അവർ വരാവുന്നത് വരെ നമ്മൾ പുറത്ത് നിൽക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പാണ്. അതാണ് കാത്തുനിന്ന് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഷോ നടക്കുന്നത്, ബഹ്റൈൻ ഇൻ്റർനാഷണൽ ഗാർഡൻ ഷോ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇവിടെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് ഓരോ കാറ്റഗറി വൈസ് ഇവിടെ മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുണ്ടായില്ല, നമ്മൾ വൈകിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റേതായ അവിടെ ഇങ്ങനെ പ്രൈസൊക്കെ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്, എന്തിനൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്, അത് എന്തിൻ്റെ ബേസിലാണെന്ന് അറിയില്ല. ചെറിയ കുട്ടികൾ, വലിയ ആൾക്കാർ, അങ്ങനത്തെ എന്തോ ബേസിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ കണ്ടില്ല. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ വെന്തിയാണ് കേട്ടോ, നമ്മുടെ ചെണ്ടുമല്ലി എന്നൊക്കെ പറയില്ല, അത് തന്നെ. അപ്പോൾ അതിനൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ഫസ്റ്റ് ഇരിക്കുന്നതിന്. അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ ഉള്ള ഭംഗിക്ക് അതിനനുസരിച്ചാണ്. കുട്ടികളെ ചെയ്യുന്നതായിരിക്കാം, വലിയവരാണോ ആരാന്ന് അറിയില്ല. അതിൻ്റെ അവിടെ പ്രൈസ് എത്രാമത്തെ പ്രൈസാണ്, നല്ല അപ്രീസിയേഷൻ കിട്ടിയത് ഏതിനാണ്, കമൻറ്റ് കിട്ടിയത് ഏതിനാണ്, അങ്ങനെ സെക്കൻഡ് പ്രൈസ്, ഫസ്റ്റ് പ്രൈസ്, തേർഡ് പ്രൈസ്, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ പറ്റും. അപ്പം ഇതെന്തിൻ്റെ കാറ്റഗറി വൈസ് ആണെന്ന് നമുക്കറിയില്ല, എന്നാലും നല്ല രസമായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലെ കണ്ണാടി ചെടി കേട്ടോ. ഇത് നമ്മൾ കുറേ കാട് പോലെ വളർന്നു കഴിയുമ്പോൾ പറിച്ചു കളയുന്നതാണ്. പിന്നെ നമ്മൾ കാണാത്ത കുറേ ചെടികളും ഉണ്ട് കേട്ടോ അവിടെ. പിന്നെന്താ ടൂലിപ്പ്, ലാവൻഡർ, അങ്ങനെ അതുപോലെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഒറിജിനലാണ്, പ്ലാസ്റ്റിക് അല്ല കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇനി ഇതിൽ ഗാർഡൻ ഷോ ഉണ്ട്. അതായത് നമ്മുടെ കുറേ പച്ചക്കറി വിത്തുകളും പച്ചക്കറികളും ഒക്കെ കാണാൻ പറ്റും. ചെടിയിലുണ്ടായി നിൽക്കുന്നത്, ഇപ്പോൾ സ്ട്രോബെറി ചെടിയിൽ സ്ട്രോബെറി ആയി നിൽക്കുന്നത്, ചെറി ടൊമാറ്റോയിൽ ചെറി ടൊമാറ്റോ ഉണ്ടായി നിൽക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ വലിയ പ്ലാന്റ് വേണമെങ്കിൽ മേടിക്കാൻ കിട്ടും. പിന്നെ നല്ല ഭംഗിയുള്ള ചെടികളും പൂക്കളും ഒക്കെ ഉള്ള ചെടികളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും, നല്ല റീസണബിൾ റേറ്റിനായിട്ട് കേട്ടോ. പച്ചക്കറിയും വാങ്ങാൻ പറ്റും കേട്ടോ. അവിടെ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയും വാങ്ങാൻ പറ്റും. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. വെജിറ്റബിൾസും ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല പർപ്പിൾ കളറ് ബ്രൊക്കോളി കണ്ടോ, അത് നല്ല അടിപൊളിയാണ്. പിന്നെ ഇത് നമ്മുടെ ജിപ്സം ഫ്ലവർ, നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ തലയിലൊക്കെ ഫ്ലവർ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ വെക്കില്ല, അതൊക്കെ ഉണ്ട്. പിന്നെ ഇതിങ്ങനെ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിത്തണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കാണാനായിട്ട്, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ വെജിറ്റബിൾസ് വെച്ചിട്ടാണ് കുറേ ഡെക്കറേഷൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പ്രൈസും കിട്ടിയിട്ടുണ്ട്, അതാണ് അതിലും വലിയ രസം. ഓക്കെ, പിന്നെ ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്നോരോന്നുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് നമ്മുടെ നാട്ടിൽ കാണുന്ന ടൈപ്പ് ഫ്ലവറാണ്.
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനായിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നല്ല ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ കുറേ പേരൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ വാഴയും വാഴച്ചെടികളും പിന്നെ ഇങ്ങനെ ഒരുപാട് അരിക്കനെട്ട് പാം ട്രീനെ പോലത്തെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അവിടേക്ക് ഒരു ഫീല്. അതുമാത്രമല്ല അവിടെ ഒരു മ്യൂസിക് ഉണ്ട്. മ്യൂസിക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് കേട്ടോ. നല്ല കിളികളുടെയും വാട്ടർഫോളിൻ്റെ ഒക്കെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ഫീലായിരുന്നു. ഗോതമ്പും അങ്ങനെയുള്ള ഇതൊക്കെ മുളപ്പിച്ചിട്ടുള്ള മൈക്രോ ഗ്രീനിൻ്റെ അത് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നല്ല ഭംഗിയായിട്ട് അവിടെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ആ ഏരിയ മൊത്തം അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതലും ഗാർഡൻ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള അങ്ങനെ സാധനങ്ങളും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസും പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്ന മോഡലുകളുടെ ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടത് മെയിനായിട്ട്. പിന്നെ കുറേ പീസ് ഇതൊക്കെ നമ്മുടെ വേരിക്ക് നിൽക്കുന്ന ചെടിയാണ് കേട്ടോ. നമ്മളൊക്കെ പറിച്ച് കളയുന്ന ടൈപ്പ് ചെടിയാണത്. പക്ഷേ ഇവിടെ അതൊക്കെ നല്ല ഭംഗിയായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഓർഗാനിക് മഷ്റൂം ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. ശരിക്കും മഷ്റൂം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും ഇവർ ചെയ്ത് കൊടുക്കുന്നതാണ്. ശരിക്കും പല ടൈപ്പ് ഓഫ് മഷ്റൂംസ് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെയാണ് കേട്ടോ. ഇവിടെ അതിൻ്റെ പറ്റിയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ അവിടെ പോയിട്ട് എന്തൊരു രസമായിരുന്നു കാണാനായിട്ടെന്നറിയാം. നമ്മളവിടെ പോയി കുറേ നേരം നിന്ന് കുറേ ചെടിക്കൊക്കെ റേറ്റൊക്കെ ചോദിച്ചു. ഭയങ്കര റേറ്റായിരുന്നു, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ശരിക്കും അവർ ആ പോട്ടടക്കമാണ് കേട്ടോ. പോട്ടടക്കം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഓരോന്നും നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. വെറുതെ ഇപ്പം നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ പോലും ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് കാണാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും നല്ല ഭംഗിയായിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ്. ഇത്രയും വലിയ പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ. എന്നാലും റീസണബിൾ റേറ്റ് ആണെന്നാണ് ശരിക്കുള്ളത്. റേറ്റ് കുറവാണ് അവിടെ. പിന്നെ കുറേ വെച്ചിട്ടുണ്ട് കാണാൻ. നമ്മുടെ കലാത്തിയ, അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെറിയൊരു ആ പാം ട്രീയുടെ മോഡൽ തന്നെ നമ്മൾ ഇൻഡോർ വെക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ആ പോട്ടടക്കമാണ് കേട്ടോ അവർ റേറ്റ് പറയണത്. നല്ലൊരു ഡെക്കോർ പോട്ടാണ്. വെള്ളമൊന്നും പുറത്ത് പോകാത്ത രീതിയിലുള്ള ഒരു ഡെക്കോർ പോട്ടൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെയാണ് റേറ്റ് പറയണത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സാർ ഞാനൊക്കെ കൂടിയിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ എല്ലാം നോക്കിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ പോട്ടില്ലാണ്ട് പ്ലാസ്റ്റിക് പോട്ടിലായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ റേറ്റ് കുറച്ചുകൂടെ കുറയും. ആ പോട്ടിനാണ് നല്ല ഡെക്കോർ പോട്ടാണല്ലോ, അതുകൊണ്ടാണ് ഇൻഡോർ പോട്ട് ആയതുകൊണ്ടാണ് അതിന് റേറ്റ് കുറച്ച് കൂടുതൽ വരുന്നത്. പിന്നെ അത് ഇവിടെ റബ്ബർ പ്ലാന്റ് ഉണ്ട്. ഇത് നമ്മുടെ കപ്പയുടെ ഇല പോലെ തോന്നും കേട്ടോ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ വൈറ്റ് ലില്ലി അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ അതേ ലക്കി ബാമ്പു ഒക്കെ നല്ല പല ഷേപ്പിലുണ്ട് കേട്ടോ. ഇതൊക്കെ കുറച്ച് എന്താ പറയുക കാക്ടസ് കാറ്റഗറി ഉണ്ടല്ലോ, അതൊക്കെയാണ്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ മയിൽപ്പീലിയെ കുത്തിവെച്ച് നല്ല ഡെക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ റോസ്മേരി ഒക്കെ ഉണ്ടല്ലോ, റോസ്മേരി അതിൻ്റെ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് 1 BD ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല നീളമുള്ള പ്ലാന്റ് ഇങ്ങനെ ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ കാണാനുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെയിലിനുള്ളതാണ്. ഇതൊക്കെ നമുക്ക് മേടിച്ചു കൊണ്ടുപോയി മണ്ണി വെച്ചാൽ മതി. നല്ല സെറ്റ് അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. നന്നായി കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്, പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കായ പിടിച്ച് കിട്ടുകയും ചെയ്യും. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സെയിലിനാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം റേറ്റ് കുറവിനാണ്. പിന്നെ അവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ഇതൊക്കെ ചെയ്തു തരും. പിന്നെ ഇത് പുളിയുടെ ഇല പോലെ ഉണ്ട് കേട്ടോ, എന്തുട്ടാന്ന് അറിയില്ല. പിന്നെ അങ്ങനെ കുറേ ചെടികളുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട് അവിടെ ഫുള്ളായിട്ട്.
ഇതിൻ്റെ എന്തുട്ടാ പേര് എനിക്കറിയില്ല. ഇത് നമ്മൾ നാട്ടിലൊക്കെ നമ്മുടെ മാവുമ്മയും തെങ്ങുമ്മയൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കില്ലേ, ഈ വേര് വെച്ചിട്ട് നമ്മൾ ചകിരിയുടെ ഉള്ളിലൊക്കെ വെച്ച് പിടിപ്പിക്കില്ലേ, അങ്ങനെ നല്ല ഭംഗിയുള്ള കൊലകളായിരിക്കും അതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. അപ്പോൾ നമ്മളൊരു നെറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചകിരിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് പിടിപ്പിക്കുന്ന ആ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ മോഡലുകളൊക്കെയാണ്. പിന്നെ റോസിൻ്റെ തന്നെ ഒരുപാട് ഇതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സാണ്, നല്ല കുറേ മുട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ. നമുക്ക് മേടിച്ചുകൊണ്ട് വെച്ചാൽ മതി. പിന്നെ നല്ല ചട്ടിയിലൊക്കെ പിടിപ്പിച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ശരിക്കും ഒരു നഴ്സറിയുടെ അവിടുന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. അതേ നല്ല വൈറ്റ് ഫ്ലവർ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ള ടൈപ്പാണ് കേട്ടോ. പേര് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ലക്കി ബാമ്പുവിൻ്റെ തന്നെ പല വെറൈറ്റി കളേഴ്സ് അവിടെ ഉണ്ട്. യെല്ലോ കളറ്, ഗ്രീന്, വൈറ്റ് ആൻഡ് ഗ്രീന്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫേൺ വെറൈറ്റി ആണ് കേട്ടോ. ഗോൾഡൻ ചിക്കൻ ഫേൺ എന്നാണ് പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് കുഞ്ഞു പൂച്ചക്കുട്ടിയൊക്കെ ചുരുണ്ടിരിക്കും പോലെ ഉണ്ട്. പക്ഷെ നല്ല അടിപൊളി റേറ്റുള്ള ഒരു ഫേൺ വെറൈറ്റി ആണത് കേട്ടോ. പിന്നെ നമ്മുടെ ചെണ്ടുമല്ലി പോലത്തെ ചെടികളും കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്, വാങ്ങാൻ നല്ല കൊതിയുണ്ട്. എന്നാലും കുറച്ചൊക്കെ വാങ്ങിയുള്ളൂ കേട്ടോ. പിന്നെ ചെറിയ ടൊമാറ്റോ ഒക്കെ നല്ല ഫ്രഷാണ് കേട്ടോ. ശരിക്കും ഇവിടെ കുറേ ഓർഗാനിക് പച്ചക്കറികളൊക്കെയാണ് സെയിലിന് വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല വലിയൊരു മത്തൻ കണ്ട്, അതുപോലെ ഇവിടെ കുറേ മത്തങ്ങ ഇരിക്കുന്നത്. ഞാൻ പിന്നാലെ നടന്ന് വീഡിയോ എടുക്കായിരുന്നു ഏതൊക്കെ ഷോപ്പിലാണ് മത്തങ്ങ ഇരിക്കുന്നത് നോക്കി. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭയങ്കര വലിയ പംകിനാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ നാടൻ പുളി കാണാൻ പറ്റും. നമ്മൾ ഈ പുളിയുടെ താഴെ വീണ് പോകുന്ന പരിവാണ് കേട്ടോ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. നാട്ടിൽ നമുക്ക് അതിനൊന്നും വിലയില്ല, ഇവിടെ നല്ല വിലയുണ്ടായിരുന്നു. പിന്നെ ഇതേ ഇങ്ങനത്തെ നമ്മുടെ ചെടികളും കാര്യങ്ങളൊക്കെ അവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. ഇതൊരു തരം ആപ്പിൾ പോലത്തെ ഒരു ഇതാണ് കേട്ടോ. ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. ഫിഗ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു എന്താ പറയുക, പൊട്ടറ്റോ പോലത്തെ സംഭവമൊക്കെ വരും. ഇത് റോസ് അല്ല കേട്ടോ, റോസ് പോലുള്ള ഒരു വേറെ ചെടിയാണ്. ഞാൻ റോസാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് റോസ് അല്ല, അത് വേറൊരു ചെടിയാണെന്ന്. പക്ഷേ ശരിക്കും റോസാപ്പൂ പോലെ തന്നെ ഉണ്ട്. ഇത് റോസാപ്പൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് വെച്ചത്. കണ്ടു കഴിയുമ്പോൾ കൈ ഇങ്ങനെ ഇരിക്കും പൊട്ടിക്കാനായിട്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ ചെറിയ ടൊമാറ്റോൻ്റെ പ്ലാന്റ് ഉണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വലിയ പ്ലാന്റാണ് കേട്ടോ. അവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും എല്ലാവരും പ്ലാന്റിൽ നിന്നാണ് പൊടിച്ച് തിന്നണത്. ഇതൊക്കെ സ്ട്രോബെറിയുടെ പ്ലാന്റാണ് ആ താഴെ കാണുന്നതൊക്കെ കേട്ടോ. സെയിലിന് വെച്ചേക്കണ തന്നെയാണോ, കേറ്റിന് സ്ട്രോബെറി ആയിട്ടുണ്ട്. അപ്പോൾ പഴുത്ത സ്ട്രോബെറി വല്ലതും ഉണ്ടോ എന്ന് തപ്പി കിടക്കായിരുന്നു ഞാൻ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഇത് ഓരോ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതവിടെ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ വീണ്ടും പിന്നെ കുറേ സ്ട്രോബെറിയും പിന്നെ നമ്മൾ ഇങ്ങനെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യാൻ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പഴുത്ത സ്ട്രോബെറി കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബേർഡിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ വെജിറ്റബിൾസ് വെച്ചിട്ടാണ് കേട്ടോ ബേർഡിനെ ചെയ്തിരിക്കുന്നത്. എല്ലാ വെജിറ്റബിൾസും കൂടെ വെച്ചിട്ട് ബേർഡിനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ആൾക്കാരുടെ തിരക്കാണ്. അപ്പോൾ നമ്മൾ അധികം നേരം അവിടെ നിന്ന് തിരിഞ്ഞില്ല, വേഗം പോന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. 1-2 മണിക്കൂർ അതിനുള്ളിൽ നടന്ന് കാണാനായിട്ടുള്ള. അപ്പോഴേക്കും എല്ലാവരും ടയേർഡായി. അജയ് ചേട്ടൻ റോസ്മേരിയുടെ ചെടിയും പിന്നെ ലക്കി ബാമ്പു ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു യെല്ലോ വെറൈറ്റി ലക്കി ബാമ്പു ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ.